അമ്മ വേണ്ടവണ്ണം പരിഗണിക്കുന്നില്ല എന്ന് പറയുന്നത് ഒരു 22 സെൻറ്റോളം വസ്തു ഇപ്പം ഡാമിൽ എൻ്റെ വസ്തുവിനോടെന്ന് പറഞ്ഞാൽ ഒന്നിച്ച് കിടന്നതാ. എനിക്ക് ഒരു 6.5 സെൻറ്റ്. അച്ഛനും അമ്മയും തന്നാണെന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നതല്ല. ഈ വസ്തു അവന് തന്നെ കൊടുക്കണം എന്നൊരു വാശി. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു കൂലിപ്പണിക്കാരനാണ്. ഒരു ദിവസം പണിക്ക് പോയി കഴിഞ്ഞാൽ 600 രൂപ ശമ്പളം ശരാശരി. അച്ഛൻ മരിക്കുന്നതിന് മുമ്പ് ഈ വസ്തുവിനെ സംബന്ധിച്ച് ഒരു പ്രശ്നവും തർക്കവും ഇല്ല. അല്ല, എന്തെങ്കിലും ആധാരങ്ങൾ ചെയ്തിട്ടുണ്ടോ? ജോസിന്റെ പേരിലോ അമ്മയുടെ പേരിലോ മറ്റേ വല്ല ഒസ്യത്തോ അല്ലെങ്കിൽ വേറെ വല്ല ദാനാധാരോ എന്തെങ്കിലും ചെയ്തായിട്ട് നിങ്ങൾക്ക് അറിയോ? ഇല്ല. അച്ഛന്റെ പേര് കിടക്കുന്ന ആ വസ്തു വേറെ ആർക്കും എഴുതിയിട്ടില്ല. സർ, ഇതാണ് സൂസൻ, ബാബുവിന്റെ അമ്മ. അത് ജോസ്. സൂസമ്മ, ബാബുവിന്റെ പരാതിയെ കുറിച്ച് അറിയാമല്ലോ അല്ലേ? ഇല്ല, കേട്ടോ? കേട്ടില്ല. ഒന്നുമില്ല. അദ്ദേഹത്തിന്റെ വിഷമം എന്ന് പറയുന്ന 3 മക്കളും ഒരുപാട് ബാധ്യതകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. 6.5 സെന്റ് വസ്തു, അതിനകത്തൊരു കരയും വെച്ച് താമസിക്കുകയാണ്. ഓരോ ദിവസം കൂടുന്തോറും ചിലവും പ്രശ്നങ്ങളും കൂടുമല്ലേ. ഇപ്പം മകളുടെ ഒരു ജീവിതം പറഞ്ഞു, 2 കുഞ്ഞുങ്ങളായി, പിന്നെ പ്രസവം നോക്കുകയും അതിൻ്റെ കാര്യങ്ങളും ഇനി ആ കൊച്ചുങ്ങളുടെ പിന്നെ സംഗതികളും ഒക്കെ ആയിട്ടുണ്ട്. ഇപ്പം 22 സെന്റ് വസ്തു എന്ന് പറയുന്നത് അച്ഛൻ്റെ പേരിലുള്ള ആ വസ്തു. അപ്പം അതിനകത്ത് അദ്ദേഹത്തിന് അർഹിക്കുന്ന പങ്ക് കിട്ടിയാൽ അത് കൂടുതൽ പ്രയോജനമാവും എന്നുള്ളതാണ്. അപ്പോൾ എൻ്റെ ഈ വയസ്സാം കാലത്ത് എനിക്ക് ഇനി ജീവിക്കാൻ പറ്റുമോ? എൻ്റെ ഒരു ജീവിതം മുൻപോട്ട് പോകുമോ? അല്ല, ഒരു 25 സെന്റ് അവിടെ കാസർഗോഡില്ലേ? 25 സെന്റ് ഉണ്ട് എനിക്ക്. പിന്നെ വയസ്സാം കാലത്ത് അവിടെ ചെന്ന് പാറപ്പുറമാണ്. ഞാൻ അവിടെ കുത്തിയിരുന്ന എൻ്റെ ജീവിതം കഴിയുമോ? ഇവിടാണോ താമസിക്കുന്നത്? ഞാൻ വരുന്നുണ്ട്, പോകുന്നുണ്ട്. അപ്പൊ എനിക്ക് ജീവിക്കാനൊന്നും വേണ്ടേ? വേണം. അതാ ഞാൻ ചോദിച്ച ചെലവിന് അദ്ദേഹം തരുന്നുണ്ട്. തരുന്നുണ്ടോ എന്ന് ചോദ്യം ഇല്ല. അദ്ദേഹത്തിന് ഇടയ്ക്കല്ല, എനിക്ക് ആരും ഒന്നും തന്നിട്ടില്ല ഇതുവരെ തന്നിട്ടില്ല. സത്യമാ പറയുന്നത്. എനിക്ക് ഇവരാരും ചെലവിന് തന്നിട്ടില്ല. ഞാൻ അച്ഛനും ഞാനും എല്ലാം കൂടെ പണി ചെയ്ത് ജീവിച്ചു. 25 വയസ്സ് വരെ അവൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഒരുമിച്ചാണ് ജീവിച്ചത്. അന്നൊക്കെ വില ചെയ്ത് തരും. ഞങ്ങൾ ഒരുമിച്ച് തന്നെ കഴിഞ്ഞു. വില തരുന്നു, എല്ലാവരും കൂടെ ഒന്നിച്ച് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് എനിക്കൊന്നും തന്നിട്ടില്ല, തരുന്നുമില്ല. ഞാൻ ചോദിക്കുന്നില്ല, ഞാൻ വാങ്ങിക്കുന്നില്ല. ബാബുവിന്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷം? ശേഷമാണ്. അതൊന്നും ഞാൻ പറയുന്നില്ല. അങ്ങനെ ചോദിച്ചെങ്കിൽ എനിക്ക് ഇത് വരില്ലായിരുന്നു. ഈ സംഭവം വരില്ലായിരുന്നു. ഈ സംഭവം എനിക്ക് വരത്തില്ലായിരുന്നു. ഒരുപാട് ഞാൻ ഒരുപാട് ഒതുക്കിയതാണ് എനിക്കിപ്പോൾ തെറ്റ് വന്നത്. അത് അന്നെന്നുള്ളത് എൻ്റെ മോനോട് പറഞ്ഞിരുന്നെങ്കിൽ ഈ തെറ്റ് എനിക്ക് വരത്തില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ ജീവനും കൊണ്ട് പോയതാണ്. അവർ നല്ലതായിട്ട് അവർ ജീവിച്ചോട്ടെ. ഞാൻ ചത്തോ ജീവിച്ചോ അവരറിയണ്ട. ഞാൻ പോയത് തന്നെ. എൻ്റെ സ്വന്തം ഭൂമിയില്ലായിരുന്നു. എനിക്ക് ആരുടെ മണ്ണ് വേണം എന്നെ കുഴിച്ചിടാൻ. ഞാൻ അതിന് പോയി. എനിക്ക് ദൈവം തന്നത് അവിടെ. ഇനി ഞാൻ ചത്താലും ജീവിച്ചാലും അവിടെ കിടന്നോളാം. എനിക്ക് തരണ്ട. ഇനി എനിക്ക് ഇവരൊന്നും തരണ്ട. തന്നാലും വേണ്ട എനിക്ക്. ഞാൻ തെണ്ടി ജീവിച്ചോളാം അവിടെ. പിന്നെ ഇതിനകത്തൊരു കൂര എനിക്ക് വെക്കണം. കാരണം ഞാനിവിടെയാണ് ഉള്ളത്. ഒന്ന് വരുമ്പോൾ എനിക്കൊന്ന് അന്തി ഉറങ്ങണം, ഒന്ന് ഇരിക്കണം, കിടക്കണം. ഇവൻ 2 കുഞ്ഞുങ്ങളുണ്ട്. തലയാഴ്ച അവിടെ കിടന്നോട്ടെ. ഞാൻ മരിക്കുവോളാം, അവരവിടെ കിടന്നോട്ടെ. ചെയ്തിട്ടുണ്ട്. എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഫോണിൽ കൂടെ എന്നെ പറഞ്ഞിട്ടുണ്ട്. എല്ലാം എന്നെ ഫോണിൽ കൂടെ പറഞ്ഞിട്ടുണ്ട്. റേഷൻ മേടിക്കുന്ന റേഷൻ കാർഡ് അത് നുള്ളിക്കേറി എൻ്റെ മുഖത്തെറിഞ്ഞ മോനാണ്. ഞാനത് ചെയ്തിട്ടില്ല. റേഷൻ കാർഡ് ഞാൻ അത് ചെയ്തിട്ടില്ല. റേഷൻ കാർഡ് എടുത്ത് മാറ്റി വെച്ച് അത് എലി. ഇല്ല കാർഡ് എന്ന് പറഞ്ഞു എറിഞ്ഞു തന്നു. പിന്നെ അത് എന്റെ ഭർത്താവാ പോയി ശരിയാക്കി കാല് പിടിച്ചു കൊണ്ടുവന്നത്. എന്നിട്ടും അയാള് ഇവന്റെ പേര് വെച്ച് വീണ്ടും ആ കാർഡില് ഇങ്ങനെ നുള്ളിക്കേറി എന്റെ മുഖത്തെറിഞ്ഞത്. ഞാൻ അന്നത് അവിടെ കൊണ്ടുവന്ന് നുള്ളി പറക്കി പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിരുന്നെങ്കിലോ. കാർഡ് കൊണ്ടുപോയി റേഷൻ വാങ്ങിക്കാൻ പോയപ്പോ കാർഡ് തിരക്കിയപ്പോ ഇല്ല. കാർഡ് ചോദിച്ചു. 2-3 ദിവസം അടുപ്പിച്ചടുപ്പിച്ച് കാർഡ് ഞാൻ ചോദിച്ചു. അപ്പോഴത് റേഷൻ കടയിൽ ഉണ്ടായിരുന്നു. തിരിച്ചെടുത്തോണ്ട് വന്ന വരവാത്. എടുത്തോണ്ട് വന്ന് കയറി എറിഞ്ഞ് തന്നത് എനിക്ക്. അവന് എൻ്റെ ആങ്ങളയ്ക്ക് 12 സെന്റ് സ്ഥലമുണ്ട്. സമരം ചെയ്ത് കിട്ടിയതാ. 92-ലൊക്കെ സമരം ചെയ്ത്. ആരും അങ്ങോട്ട് പോകണ്ട, അത് എൻ്റേതാ. എൻ്റെ ആങ്ങളയ്ക്ക് 3 പെങ്ങന്മാരാ. ഞാനാണ് ഏറ്റവും ഇളയത്. ഈ 3 മക്കളും ഉണ്ട്.
എൻ്റെ നാത്തും മരിച്ചു, ഇവർ ചികിത്സിച്ചെന്ന് പറയുന്നു, പിന്നെ ഒരു നോക്കിയെന്ന് പറഞ്ഞു. സത്യം, അതും ഒരു സത്യം തന്നെ. ശരി, നിങ്ങൾക്ക് ചിലവായെങ്കിൽ ആ നാത്തൂന് ആദ്യത്തെ കെട്ടിൽ ഒരു മോളുണ്ട്. അപ്പോൾ എൻ്റെ ആങ്ങളെ ജീവിച്ചിരുന്നപ്പം പറഞ്ഞ് 6 സെൻറ്റ് നിനക്ക് തരാം, 6 സെൻറ്റ് അവക്കും കൊടുക്കാം. ആ നാത്തൂനെ ചികിത്സിച്ചെങ്കിൽ ആ 6 സെൻറ്റ് വിറ്റ് കാശെടുക്കണം. ആങ്ങളയുടെ മുതൽ ആർക്കും അവകാശമില്ല. ഞങ്ങൾ 3 പെങ്ങന്മാരല്ലേ, 3 പേർക്കും മക്കളുണ്ട്. അതിനകത്ത് ആരും പറ്റത്തില്ല, കയറരുത്. ഞാൻ കാശ് ചിലവാക്കിയതാണ്. ആര് ഇദ്ദേഹം പറയുന്നു? അതാ ഈ ഇടയും പോയി തേങ്ങ ഇട്ടുണ്ടോന്നല്ലേ, ഞങ്ങളാരും അങ്ങോട്ട് കയറുന്നുമില്ലല്ലോ. അതെവിടെ സ്ഥലം? നമ്മുടെ വെള്ളിമല എന്ന് പറഞ്ഞ സ്ഥലം. അതിനിപ്പം നിങ്ങളാണോ അല്ലാതാരാ പറയാം. ഈ 12 സെന്റ് വസ്തു ഞാൻ തന്നെ നോക്കുന്നത്. അതിന് കാരണങ്ങളും ഉണ്ട്. മാമൻ സുഖമില്ലാതെ കിടന്നപ്പോഴോ അതിൻ്റെ മരണത്തിലോ ഒരു കാര്യത്തിലും ഇവരാരും, ഞാൻ ചെന്നു ആൾക്കത് ഇവരുടെ മൂത്ത ചേട്ടത്തിയുടെ അമ്മയുടെ മൂത്ത ചേട്ടത്തിയുടെ മക്കൾ വഴി എല്ലാം ഉണ്ട്. എല്ലാവരുടെ അടുത്തും കൊണ്ട് ആട്ടോ നിർത്തിയിട്ട് ഞാൻ ചോദിച്ചു, ആരെങ്കിലും എനിക്ക് സഹായത്തിന് വന്നു. ഒരൊറ്റ കുഞ്ഞുങ്ങളും വന്നില്ല. അവസാനം ഞാൻ ഈ ഇപ്പം ഇരിക്കുന്ന മാമൻ്റെ ഭാര്യയുടെ ആദ്യത്തെ കെട്ടിലെ ഒരു കൊച്ച് കൊണ്ടുവന്ന് ഞാൻ അവരെ നോക്കാൻ നിന്നത്. ഡെയിലി 300 രൂപ ഞാൻ ശമ്പളത്തിനാണ് നിർത്തിയത്, സ്വന്തം മകളെ. എന്നിട്ട് അവരെ ആശുപത്രിക്കാർ പറഞ്ഞ് ഇവരെ ഇവിടെ നിർത്തണ്ട, കാരണം ഈ 300 രൂപ മേടിച്ചുകൊണ്ട് രാവിലെ അതിലെ ഒന്ന് പോയിട്ട് ഇവരങ്ങ് പുറത്തു പോകും. ഇവരെ ഈ ആശുപത്രിയിൽ നിന്ന് പറഞ്ഞു വിടണമെന്ന് പറഞ്ഞു. അവസാനം ഞാൻ എൻ്റെ മൂത്ത മോളെ അന്ന് കമ്പ്യൂട്ടർ ക്ലാസ്സിന് പോയിക്കൊണ്ടിരിക്കുക. ആ ആശുപത്രി പോയി അന്വേഷിച്ചാൽ വ്യക്തമായിട്ട് അറിയാം. ആ പെണ്ണിനെ ഞാൻ 1 മാസം ഇവരെ നോക്കാൻ അവിടെ ഇരിക്കും. എന്താ 12 ചേട്ടത്തിയനിയത്തിമാർക്ക് 12 മക്കളുണ്ട്. ഒരാൾ അല്ലെങ്കിൽ അവരുടെ ഭാര്യ അല്ലെങ്കിൽ അവരുടെ മക്കളെ ഒന്ന് നിർത്തായിരുന്നല്ലോ. ഞാൻ അധ്വാനിച്ചുകൊണ്ടൊന്ന് ഈ സ്വന്തം മോക്ക് ചിലവിന് കൊടുത്ത് തള്ളെ നോക്കാൻ നിർത്തേണ്ട കാര്യം എനിക്കുണ്ട്. പിന്നെ 20 കൊല്ലം മുമ്പ് 2 പേർക്ക് ആ വസ്തു ഒറ്റിയിരുന്നു. അവർ 2 പേരും ഒറ്റ ഒഴിയത്തില്ല എന്നൊരു കണ്ടീഷൻ വന്നപ്പം കമ്പും താലും ഒക്കെ വെട്ടിയിട്ട് വീട് പെര വയ്ക്കാൻ തുടങ്ങി. മാമനോട് ഇവിടെ വന്നു. ആ ഒറ്റ ഞാൻ എൻ്റെ പിള്ളേരെ കാലിലും കഴുത്തിലും കിടന്ന് പറപ്പിച്ച് ആ ഒറ്റ ഒഴിപ്പിച്ചു. ഞാൻ അന്ന് അത് ഒഴിപ്പിച്ചില്ലെങ്കിലോ ഇന്ന് കരക്കാരുടെ കയ്യിലിരിക്കത്തില്ല ആ വസ്തു. അതെന്താ അവർ ചിന്തിക്കാത്തത്? ഇപ്പോൾ ആ മാമൻ്റെ മാമി മരിച്ച സമയത്ത് ഒരൊറ്റ കുഞ്ഞുങ്ങളും തിരിഞ്ഞു നോക്കാനില്ല. പെട്ടി മേടിക്കാനാ മരിച്ചു കിടന്ന പെട്ടി മേടിക്കാൻ ഞാൻ ആട്ടോക്കാരൻ്റെ നിന്ന് പിരിവെടുത്താണ് മേടിച്ചത്. അതുപോലെ ഞാനും കഷ്ടപ്പെടുന്നുണ്ട്. ഇത് ഞാൻ പറഞ്ഞതല്ല വസ്തുവെക്കാരനെന്ന്, ആ നാട്ടുകാരാ പറഞ്ഞത്. ഇതിനകത്ത് ആ മകളുടെ ഭാര്യയുടെ ഒരു മോളും ബാബു അല്ലാതെ ഒരൊറ്റ കുഞ്ഞുങ്ങളും ഇതിനകത്ത് കയറണമെന്ന് നാട്ടുകാരാ പറഞ്ഞത്. ഞാൻ പോയി ചെന്നപ്പോ നാട്ടുകാർ പറഞ്ഞു എന്നോട് പറഞ്ഞില്ല, എന്നോട് ഒന്നും പറഞ്ഞിട്ടില്ല. ഞാൻ ഇന്ന് വേണേലും പോവാം, പറഞ്ഞിട്ടില്ല. ഈ പറഞ്ഞില്ല, ഈ എന്തെങ്കിലും ഒരു അസുഖം ഉണ്ടായാൽ മറ്റുള്ളവരെ അറിയിക്കില്ല, സ്വന്തമായിട്ടാ പോകുന്നത്. സ്വന്തമായിട്ട് ചെന്നങ്ങ് ചെയ്തോളൂ. ഇപ്പൊ നാത്തൂന് ചെലവാക്കിയെന്ന് പറഞ്ഞു. നാത്തൂന്റെ വസ്തു വയ്ക്കുമ്പോ നീ വാങ്ങിച്ചോ, ചെലവായ കാശ് വാങ്ങിയില്ലേ നീ വാങ്ങിച്ചു. പിന്നെ ആങ്ങളെ ഞാനൊന്നും ചെയ്തില്ല, ആങ്ങളൊക്കൊന്നും കൊടുത്തില്ല. തിരുവനന്തപുരം ചിത്രയല്ല കൊണ്ട് രോഗിയെ കൊണ്ട് കടത്തിയിരുന്നത്. അവൻ ചെയ്തതെല്ലാം വെളിയിലുണ്ട്, ഞങ്ങളാരും ഇവരാരും അറിയിപ്പിക്കത്തില്ല, സ്വന്തമായിട്ട് അങ്ങ് പോവാ. അത് നിങ്ങൾ പോവാത്തതുകൊണ്ടാണ് അയാൾ ഒറ്റയ്ക്ക് പോയത്? അല്ലല്ല, അറിയിക്കില്ല സാറേ. ഇന്ന് വേണേലും എന്റെ കൂടെ വാ. വഴി കിടക്കുന്ന അത്ര അനിയന്മാരും പെങ്ങന്മാരും ഉണ്ട്. അത്ര എണ്ണത്തിനുള്ള ആട്ടയം കൊണ്ട് നിർത്തി ഞാൻ പറഞ്ഞു ആരെങ്കിലും ഒരു സഹായത്തിന് വന്നു. പിന്നെ അറിയിച്ചില്ലെന്ന് പറയുന്ന ആരെടുത്ത്? അല്ല വെള്ളിമാലും ഞാൻ ഇന്ന് പോകാൻ പോയിട്ട് ഇപ്പൊ എന്റെ അടുത്ത് ആരാ കയറണ്ടെന്ന് പറയുന്നത് എനിക്കറിയണം. ഞാൻ 2 പ്രാവശ്യം പോയോടെ. ആങ്ങളുടെ വസ്തുവിനകത്ത് അവർക്ക് കയറണം, ആർത്തണം. എനിക്ക് അവകാശപ്പെട്ട വസ്തുവിനകത്ത് അവർ സ്റ്റേ മേടിച്ചു വെച്ചേക്കും. കേസുണ്ട്, സ്റ്റേ ഉണ്ട്. ഞാനാ കൊടുത്തത്. നിങ്ങളുടെ ഈ വസ്തുവില് ഇപ്പൊ ഞാൻ കിടക്കുന്നതിൽ ഇയാൾ കയറരുന്ന് പറഞ്ഞിട്ട് അതെന്തിനാ കേസ് കൊടുപ്പിച്ചേ? ആര് കൊടുപ്പിച്ചു? 1 വർഷം ഞാൻ എൻ്റെ വീട്ടുകാരനെ കൊണ്ട് ഇവിടെ നിന്ന് പോയി കഴിഞ്ഞ് മരിച്ചു. ആ 1 വർഷം മരിച്ചും കഴിഞ്ഞ് ആണ്ടും കഴിഞ്ഞ് ഞാൻ ഇവിടെ വരുന്നു. വരുമ്പോഴെന്ത് വേണം? അതിന് മുമ്പ് നമ്മൾ മിണ്ടിയില്ല. അല്ലെങ്കിൽ ഇപ്പോൾ വരുന്ന വരികയാണോ, അല്ലെങ്കിൽ വാ എന്നല്ല, വീട്ടിൽ വന്ന് കയറി നിനക്ക് ഇവിടെ കയറാൻ എന്താ അധികാരം ഒന്ന് ഭാഷ പിന്നെ പറയണ്ട അങ്ങോട്ട് പറഞ്ഞു. ഞാൻ ഒറ്റ ആശ്രയം മിണ്ടാതെ ഇങ്ങനെ നിന്നപ്പോൾ അവിടെ പോലീസുകാരുണ്ട് ഡാമിൽ. പിടിച്ചോണ്ട് പോയോന്ന് വരും, രാത്രി ഒന്ന് എന്നെ വിളിക്കുന്ന കേട്ടോണ്ട് പിടിച്ചോണ്ട് പോയോന്ന് വരും. അപ്പോൾ അങ്ങനെയാണോ വേണ്ടിയത്? അതിനകത്ത് എനിക്ക് കയറിക്കൂടെ? എനിക്ക് വന്നൂടെ? ഞാൻ കഷ്ടപ്പെട്ട് അധ്വാനിച്ച മുതലല്ലേ അത്? രാപകല് കഷ്ടപ്പെട്ടതല്ലേ? സർക്കാരിൻ്റെ സ്ഥലം തന്നെ ഞാൻ കഷ്ടപ്പെട്ട് അധ്വാനിച്ചത്. എന്തുകൊണ്ട് അമ്മ കയറാൻ പാടില്ല? അങ്ങനെ തന്നെ പറഞ്ഞു. അങ്ങനെ തന്നെ സത്യം അങ്ങനെ അമ്മ കയറണ്ടെന്നൊന്നും പറഞ്ഞില്ല. ജോസിനെ പറ്റത്തില്ല എന്ന് പറഞ്ഞത് അത് ഇനിയായാലും അതേ നടക്കും. അങ്ങനല്ല, സത്യം. നീ കയറരുതെന്ന് ചീത്ത തന്നെയാ വിളിച്ചത്. നിനക്ക് എന്തടി ഇവിടെ അധികാരം? അങ്ങനെ തന്നെ ചീത്ത വിളിച്ചെന്ന് എന്താ പറഞ്ഞാലും എനിക്കൊരു വിരോധമില്ല. എന്തോ നിങ്ങൾ വേണേലും പറയും. കാരണം ഈ ഒരു വസ്തു ഇങ്ങനെ നിലനിൽക്കുക, ഇവനെ ആദ്യം താമസിപ്പിക്കണം. അത് നടക്കത്തില്ല. ഒന്നുകിൽ എന്നെ നിങ്ങൾ പിന്നെ
ജയിലിൽ അടയ്ക്കണം, അല്ലെങ്കിൽ എന്റെ ശവം കണ്ടേ നീ കുടുംബത്തോടെ അത് എനിക്കൊരു പ്രശ്നമല്ല, ഒരു പ്രശ്നമില്ല. ശവം എനിക്ക് പ്രശ്നമല്ല. കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ നീയായിട്ട് അമ്മയെ സംരക്ഷിക്കുന്നുണ്ട്. അമ്മയ്ക്ക് കിട്ടിയ ആ വസ്തു ജോസിനും പിള്ളേർക്കും കൊടുത്തോ, എനിക്ക് അതിനകത്ത് യാതൊരു വിരോധമില്ല. പക്ഷെ ജോസ് അടുത്ത് കിടക്കുന്നിടത്തോളം കാലം ഞാൻ പിന്നെ ഡെയിലി കേസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അനുഭവമാണ്. ഇവൻ പോയി തടിയെടുത്തതിന് പാതിരാത്രിക്ക് നിങ്ങളല്ലേ ഇടി മേടിച്ച, സ്ക്വാഡിന്റെ ഞാനാ ഇടി മേടിച്ചത്. ഇല്ലെന്ന് അവൻ പറയട്ടെ, ഇല്ലെന്ന് അവൻ പറയട്ടെ. പാതിരാത്രിക്ക് പണിയും കഴിച്ചിട്ട് വന്ന ഞാൻ, എനിക്കറിയാവോ പ്ലേസ് സ്ക്വാഡ് വരുമെന്ന്. ഇല്ലെന്ന് പറയട്ടെ. എത്ര കേസുണ്ടെന്ന് ഇവര്. 2000 കോളനിയാടി കേസ്, ഫോറസ്റ്റിലൊരു കേസ്. പിന്നെ ഈ ജോസ് ആൾക്കാരെ വിളിച്ചുകൊണ്ട് തോട്ടയിടാൻ പോയി. അവസാനം ഫോറസ്റ്റുകാർ എൻ്റെ കടയിൽ വന്ന് ഞാൻ പിള്ളേർ നിന്നിട്ട് ചീത്ത വിളിച്ചത്. സ്വന്തമായിട്ട് ചെയ്താൽ അത് പറഞ്ഞു നിൽക്കണം. ഞാൻ ചെയ്തതാ, മറ്റൊരാളെ ദ്രോഹിക്കരുതെന്ന്. 2000 കോളനിയാടി കേസിൽ സാറിത് കേൾക്കണം. 12 വർഷം ഞാൻ കേസ് പറഞ്ഞു, 16 ദിവസം സബ് ജയിലിൽ കിടന്നു. ജോസ് ഒരുത്തം വിചാരിച്ചിരുന്നെങ്കിൽ ഞാൻ അധികം രക്ഷപ്പെടുമായിരുന്നു. ഈ കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ടോ? ഞാൻ അനുഭവപ്പെട്ട കഥകൾ പറയുക. ജോസ് ജയിലിൽ കിടന്നത് ഏത് കേസുമായി ബന്ധപ്പെട്ട്? ജയിലിൽ കിടന്നത് ഇവര് പാർട്ടി ഉണ്ടാക്കി 2 കോളനി കയറി അടിച്ചു തകർത്ത്. ഈ പ്രോപ്പർട്ടി ഈ വസ്തു ഇതിന്റെ ആരുടെ പേരില്ല ജോസ് താമസിക്കുന്നത്? ജോസ് താമസിക്കുന്നത് ഇസ്മായിലിന്റെ പേർക്കാണ്. ഇസ്മായിൽ എന്റെ ഭർത്താവാണ്. ഭർത്താവ് മരിച്ചു. മരിച്ചു 3 വർഷമായി. 2013 വസ്തുവില് ബാബുവിനൊരു അവകാശം. ബാബു ഇവിടെ വീടില്ലേ? ബാബുവിന് വീടില്ലേ? അതിനല്ല, ബാബുവിന്റെ വീടിന്റെ കാര്യം ഇവിടെ ഇരിക്കട്ടെ. അച്ഛന്റെ വസ്തുവില് മകനൊരു അവകാശം ഉണ്ടല്ലോ. അവന്റെ അച്ഛനല്ല, അവന്റെ ചിത്തപ്പനാ അത്. ഇവന്റെ അച്ഛൻ വേറെയാണോ എന്ന് ഞാനിപ്പോഴാ അറിയാം. പിന്നെ അവനെ ഇപ്പോഴെന്താ അറിയാനെ കൊണ്ട്? ജനങ്ങളുണ്ടല്ലോ അവിടെ. പിന്നെ ആദ്യത്തെ കെട്ടില്ല 50 വയസ്സ് കഴിഞ്ഞ് മേഡം എനിക്ക് 50 വയസ്സ് കഴിഞ്ഞു. ഈ അടുത്ത സമയത്ത് ഈ ഒരു കേസ് ഇങ്ങനെ വന്നപ്പോഴാണ് അച്ഛൻ വേറൊരാളാണ്. 6 വയസ്സായപ്പോഴാണ് അതുവരെ ഉള്ള എന്റെ സർവർ റെക്കോർഡിലും ഇസ്മായിൽ തന്നെ പണ്ടുള്ള റേഷൻ ഒരമ്മ ഒരു മകന് അറിവാകുമ്പോൾ കാണിച്ചു കൊടുക്കുന്നതും കൂടെ താമസിക്കുന്ന ഒരാളെയാണ് നമ്മൾ അച്ഛനായിട്ട് കാണുന്നത്. അങ്ങനെ പറയാൻ പറ്റില്ല ബാബു. നിങ്ങൾക്ക് 6 വയസ്സുള്ളപ്പോ നിങ്ങൾ തന്നെ പറഞ്ഞു കല്യാണമായിട്ട് നടത്തിയതല്ല നിങ്ങളുടെ അച്ഛൻ്റെ അമ്മയുടെ. നിങ്ങൾ നേരത്തെ പറഞ്ഞു. നിങ്ങൾക്ക് 6 വയസ്സുള്ളപ്പോഴാണ് ഈ മനുഷ്യൻ ഇസ്മായിലുമായിട്ടുള്ള അവരുടെ ബന്ധം തുടങ്ങുന്നത്. തീർച്ചയായിട്ടും അച്ഛനെന്ന് അദ്ദേഹത്തെ പരിചയപ്പെടുത്തുള്ളൂ. അല്ലാതെ ഉപേക്ഷിച്ചു പോവുകയോ മരിച്ചു പോയോ ചെയ്ത ഒരാളുടെ പേരെന്തിനു പറയണം എന്ന് വിചാരിച്ചിട്ടായിരിക്കാം. പക്ഷെ നിയമപരമായിട്ട് നോക്കുമ്പോൾ അത് അവര് പറയുന്നവർ വെറുതെ പറയുമോ ഒരു കാര്യം? എനിക്കറിയില്ല, ഞാൻ ഇങ്ങനത്തെ ആളെ കണ്ടിട്ടുമില്ല. അല്ലെങ്കിൽ അങ്ങനെ ഒരു 6 വയസ്സിൽ മരിച്ചു എന്റെ 6 വയസ്സിലാണല്ലോ അച്ഛൻ മരിക്കുന്നത്. ഒരു 3 വയസ്സിലെങ്കിലും കാണിച്ചു തരാമല്ലോ. അതെങ്ങനെ മരിക്കുന്നത്? ഗർഭിണിയായി 9 മാസം ആയിരുന്നു അയാൾ ഇടുക്കിയിൽ പിന്നെ പോയി ആന ചവിട്ടി കൊന്നതിനെ ഞാൻ പിന്നെ കാണിക്കാൻ പറ്റുമോ? അതെന്റെ ബന്ധുക്കളുണ്ടല്ലോ, അതിന്റെ ആളുകളും ഉണ്ട്. അപ്പൊ വയറ്റിൽ കിടക്കുന്നതിന് ഞാൻ അച്ഛനെ കാണിച്ചു കൊടുക്കുവോ? അദ്ദേഹത്തിന്റെ പേരെന്താ? ഭാസ്കരപിള്ള. ഈ പോർട്ടലിൽ ചെറിയ ജോലിയുള്ള ഭാസ്കര പിള്ളേരെ മകനാണ് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയോ? അവിടെ മിക്കവാറും അറിയാം, എല്ലാവർക്കും അറിയാം. ഇവന് 6 വയസ്സായപ്പോഴാണ് ഈ ഇസ്മാൻ എന്ന് പറഞ്ഞ കൂടെ ഞാൻ പോകുന്നത്. ഡാമിൽ വെച്ച് ഡാമിലെ പണിക്ക് വന്ന് ഞങ്ങൾ കൂടിയതാണ്. അത് ഈ മരണം 2013 വരെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. മരിച്ചു, വേർപിരിഞ്ഞു. ഈ ഭാസ്കര പിള്ളയായിട്ട് ശരിക്കും കല്യാണം കഴിച്ചിട്ടുണ്ടോ? അല്ല, സ്നേഹിച്ചത്. എനിക്ക് അന്നെ ആദ്യം വിവാഹം കഴിച്ചതാ. വിവാഹമായിട്ട് കഴിച്ചു. അയാൾ ശരിയല്ലാത്തതിന്റെ പേരിൽ 1 വർഷം പോലും ഞാൻ അവിടെ നിന്നില്ല. ഞാൻ ഇറങ്ങി ഇവരുടെ വീട്ടിൽ പോയി, ചേട്ടന്റെ വീട്ടിൽ പോയി. ആ കല്യാണത്തിന് ഇവരുടെ അച്ചാച്ചൻ കൂടിയില്ല. വീട്ടുകാരുടെ സമ്മതത്തോടെ നടത്തിയ കല്യാണം, മൂത്ത ചേട്ടന്റെ നിർബന്ധത്തിന് കല്യാണം കഴിച്ചു. ഇവരെ തന്ത കൂടിയില്ല. അത് അവന് ശരിയല്ലെന്ന് ചേട്ടൻ പറഞ്ഞപ്പോൾ അത് മറ്റേ ചേട്ടന് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ എന്നെ കല്യാണമായിട്ട് കഴിച്ചു. അവിടെ ചെന്നപ്പോഴത്തേന് ശരിയല്ല. എൻ്റെ കാര്യം എനിക്ക് പറയുന്നതിനെന്ത്? ഞാൻ പറഞ്ഞു ഞാൻ ഇനി ഇവിടെ ജീവിക്കുന്നില്ല, എന്നെ കൊണ്ട് പറ്റത്തില്ല. അപ്പോൾ ആദ്യം അയാൾ പെണ്ണ് കെട്ടി ഒരു കൊച്ചുണ്ടായിരുന്നു. അത് നമുക്കറിയത്തില്ല. അത് ദൂരെ കണ്ട് പാറപ്പണിയായിരുന്നു. അത് ആർക്കും അയാളുടെ വീട്ടുകാർക്കും അറിയത്തില്ലായിരുന്നു. അത് കഴിഞ്ഞാണ് ഇത് അറിയുന്നത്. അയാൾ അവിടെ പെണ്ണ് കെട്ടി ഒരു കുഞ്ഞുണ്ടെന്ന് അറിഞ്ഞു. അതിൽ ഈ കുട്ടി ജനിച്ചു? അല്ല, അതിന് ഞാൻ വേറെ പിരിഞ്ഞ് 2 വർഷം ഇങ്ങനെ മാറി നിൽക്കുമായിരുന്നു. ആരുടെയും വീട്ടിൽ കയറാതെ, ചേട്ടൻ്റെയോ ചേട്ടത്തിയോടെയോ ആരുടെയും വീട്ടിൽ കയറാതെ ഞാൻ ഒറ്റപ്പെട്ട് ജീവിക്കുമായിരുന്നു. എന്നിട്ട് ജീവിച്ച് അപ്പോഴാണ് ഈ ഇദ്ദേഹത്തിൻ്റെ കൂടെ ഞങ്ങൾ ഒരുപാട് പേര് പണിക്ക് പോയി. ഇദ്ദേഹമായിട്ട് ഈ ഭാസ്കരവുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ സ്നേഹിച്ച് കല്യാണം കഴിച്ചില്ല, സ്നേഹിച്ച് ജീവിച്ച് ഗർഭിണിയായി. അങ്ങനെ തന്നെ കുളത്തൂപ്പുഴ കല്ലുവട്ടാങ്കുരി എന്ന് പറയുന്ന സ്ഥലത്ത് വാടകയ്ക്ക് കൊണ്ടുപോയി താമസിച്ചു. അവിടെ താമസിച്ചുകൊണ്ടിരിക്കലാണ് ഇയാൾ മരിക്കുന്നത്. അപ്പൊ ആദ്യം കല്യാണം കഴിച്ച ആളിന്റെ പേരെന്താ? സോളമൻ. അയാൾ ജീവിച്ച് ഇപ്പോഴും ഉണ്ട്. ഭാസ്കരപിള്ളയുടെ മകനാണ്.
ഞാൻ മരിച്ചു പോവുകയും ചെയ്തു. മറ്റേത് മരിച്ചു ഇടുക്കി വെച്ചാണ്. അയാളുടെ ബന്ധുക്കളെല്ലാം ഉണ്ട് ഇവിടെ. അപ്പൊ നിയമപരമായിട്ട് നിങ്ങൾക്ക് അതിലൊന്നും ചെയ്യാൻ സാധിക്കില്ല അല്ലേ സാർ? ബുദ്ധിമുട്ടാണ്. ഒന്നും ചെയ്യാൻ അല്ല, സാധിക്കില്ല. എനിക്ക് ഈ ഭാസ്കര പിള്ള എന്ന് പറയുന്ന ആളെ അറിയില്ല. അല്ല, അതുകൊണ്ട് അതുമായിട്ട് സർട്ടിഫിക്കറ്റും എനിക്കില്ല. നിങ്ങളൊരു കേസ് കൊടുത്തു പറഞ്ഞില്ലേ, ആ കേസിൽ ഇയാള് ആ സ്ഥലത്ത് പ്രവേശിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടാണ് കേസ് കൊടുത്തിരിക്കുന്നത് അല്ലേ? അതില് ഈ പ്രോപ്പർട്ടി, ഈ വസ്തു ഈ പറഞ്ഞ ഇസ്മായിലിന്റെ ആണെന്നാണ് നിങ്ങൾ പറഞ്ഞിരിക്കണേ. ഇസ്മായിലെയും എൻ്റെ ഞങ്ങൾ രണ്ടുപേരോട് അധ്വാനിച്ച് മുതല്. അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങളുടെ പേര് കൈവശരേ വെച്ചാൽ മതി. കാരണം ഇത്രയും നാളെ എൻ്റെ കൂടെ ജീവിച്ചിരുന്ന് ഒരു വയ്യാഴിക വന്നാൽ ഞാൻ അടിച്ചിറക്കി വിട്ടെന്ന് പറയരുത്. നിങ്ങൾ കിടക്കുമ്പോൾ നിങ്ങൾക്ക് 10 പൈസയുടെ ഇത് വേണമെന്ന് പറഞ്ഞ് എൻ്റെ പേര് വെക്കണ്ടെന്ന് പറഞ്ഞു. വെച്ചതുമില്ല. അല്ല, കോടതിയിൽ എന്താ ബാധിച്ചത്? ഇയാളുടെ അച്ഛനല്ല, അച്ഛന്റെ അല്ല, ഇയാളുടെ അച്ഛൻ ഭാസ്കര പിള്ള നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? അവിടെ ഇതുവരെ പറഞ്ഞിട്ടില്ല. കേസ് അവിടെ കിടക്കുന്ന ഒരാള് ഇങ്ങനെ ഒരാള് ബാബു എന്ന് പറഞ്ഞ വ്യക്തി എന്റെ ഭർത്താവിന് അവകാശപ്പെട്ട ഭൂമിയിൽ കയ്യേറാൻ ശ്രമിക്കുന്നു. അയാൾ കയറാൻ പാടില്ല. അവിടെ കൂടുതൽ കൊടുത്തതിനകത്തും ഭാസ്കരൻ എഴുതി കൊടുത്തിരിക്കുന്നു. ഇവിടെ അതിന്റെ രേഖകളെ കൊണ്ടുവന്നിട്ടുണ്ട്. എന്താ ഭാസ്കര പിള്ളയുടെ മകൻ ബാബു അങ്ങനെ എഴുതി കൊടുത്തിരിക്കുന്നു. പിന്നെ ആക്രമിക്കാൻ ശ്രമിക്കുന്നു. അതാണ്ട് അതിന്റെ പേരിലുള്ള സ്റ്റേ ഓർഡർ തർക്ക വിഷയം എന്ന് പറയുന്നത് ഈ ബാബുവിന്റെ അച്ഛൻ ആരാന്നുള്ളതാണ് ശരിക്കും. അല്ലാതെ കൊടുത്തുപുഴ സർക്കാരിന് പേപ്പർ ആരെയും കൊടുക്കുന്നില്ല. സർക്കാരിന് പേപ്പർ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേന് ആരും പറഞ്ഞു, ഞങ്ങൾ ചെന്നവൻ പറഞ്ഞു നാളെ വാന്ന് പറഞ്ഞു. അപ്പം ആദ്യം SIക്കാണ് കൊടുക്കുന്നത്. നാളെ വാന്ന് പറഞ്ഞു. പിറ്റേന്ന് ചെന്നപ്പോഴത്തേന് അവൻ്റെ സൈഡിൽ നിന്നുകൊണ്ട് എന്നെ അതും ഇതുമൊക്കെ പറഞ്ഞു. ഞാൻ ആ സ്റ്റേ പേപ്പർ വാങ്ങിച്ച് സർക്കിളിന് കൊടുക്കുന്നു. സർക്കിളിന് കൊടുത്തവൻ പറഞ്ഞു നിങ്ങൾ നാളെ വന്നു. പിറ്റേന്ന് ചെന്നപ്പോൾ സർക്കിൾ എൻ്റെ അടുത്ത് തിരിഞ്ഞിട്ട് പറയാം, അവനോട് പറഞ്ഞു എൻ്റെ അച്ഛൻ്റെ വസ്തുവിന് പോയി സ്റ്റേ മേടിച്ചുകൊണ്ട് വരാൻ. അവൻ്റെ അടുത്ത് പറഞ്ഞു നീ പോയി സ്റ്റേ നിരന്തരമായി സ്റ്റേഷനിൽ വിളിച്ചോണ്ടിരിക്കുക എന്നെയും അമ്മയും. അപ്പം ഞാൻ ഇങ്ങോട്ട് ഇറങ്ങി. അവൻ്റെ അച്ഛൻ്റെ വസ്തു ഉണ്ടെങ്കിലല്ലേ അവൻ സ്റ്റേ വാങ്ങിക്കുള്ളൂ. ഞാൻ ഇങ്ങോട്ട് ഇറങ്ങി പിന്നെ കുളത്തുപുഴ ഒന്ന് ബസ് കയറി പൊന്നൂർ പോയി. പൊന്നൂർ ചെന്ന് വക്കീലിനെ കണ്ടു. ഞാൻ സ്റ്റേ എഴുതി കൊടുത്തത് തന്നെ. അവൻ്റെ അച്ഛൻ്റെ വസ്തുവിനെ വാങ്ങിച്ചോണ്ടിട്ട് ഉസ്മാന്റെ വസ്തുവിന് ഞാൻ തന്നെ കോംപ്ലിക്കേറ്റഡ് ആയി. ഒന്നും ചെയ്യാൻ പറ്റില്ല ബാബു. ഇനിയിപ്പം അറിയില്ല കൂടുതൽ നിയമവശങ്ങള് ഇതേ ഒരു ഒറ്റ പ്രശ്നമേ ഉള്ളൂ. മേഡം, എനിക്കറിയാൻ വയ്യാത്തോണ്ട് ചോദിക്കുക. അമ്മയുടെ കൂടെ താമസിക്കുന്ന ഒരാള് നമുക്ക് അച്ഛനാണല്ലോ. അത് അച്ഛനായാലും ചിറ്റപ്പനായാലും. കാരണം എന്റെ 6 വയസ്സ് നിങ്ങളുടെ സ്കൂളിൽ ചേർത്തിരിക്കുന്ന സർട്ടിഫിക്കറ്റും ആണ്. നിങ്ങൾ എത്ര വരെ പഠിച്ചു? ഞാൻ 9 വരെ. 9 വരെ. അതിലൊക്കെ രേഖകളിലെല്ലാം ഇന്ന് വരെയുള്ള രേഖകളിൽ ഇസ്മായിലാണ് നിങ്ങൾ അച്ഛൻ. എനിക്ക് അറിയാവുള്ളൂ. അല്ല എന്നാണോ കൊടുത്തിരിക്കുന്നതെന്നാ ചോദിക്കുന്നത്? ഓ, സ്കൂളിൽ ചേർത്തേക്കുന്നത് അമ്മ. ചേർത്തപ്പോ അച്ഛന്റെ പേര് കാണിച്ചിരിക്കുന്നത് ആരെയാ? അച്ഛന്റെ പേരെന്ന് പറയുന്നത് ഇലക്ട്രൽ കാർഡ്, റേഷൻ കാർഡ്, അതല്ല ഭാസ്കര പിള്ള. സ്കൂൾ സർട്ടിഫിക്കറ്റിലോ സ്കൂൾ സർട്ടിഫിക്കറ്റിൽ ഭാസ്കര പിള്ള ഉണ്ട്. ജീവിതത്തില് പലതരത്തിലെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഒക്കെ അനുഭവിച്ച സ്ത്രീയാണ്. അവസാനം ഇസ്മായിൽ എന്ന് പറഞ്ഞൊരു മനുഷ്യൻ നല്ല രീതിയിൽ അവരെ നോക്കി സംരക്ഷിച്ചു. നന്നായിട്ട് തന്നെ അവരൊന്നും ദൂർത്തടിച്ച് നശിപ്പിക്കാതെ അവസാന കാലത്തും ഒരു കടപ്പാടം ഉണ്ടാക്കി, ഇത്രയും ദൂരെ ആണെങ്കിൽ പോലും 25 സെന്റ് ഉണ്ടാക്കി വെച്ചിട്ട് പോയൊരു മനുഷ്യനാണ്. ബാബുവിനെ സംബന്ധിച്ചിടത്തോളം ബാബു മനസ്സിൽ സങ്കല്പിച്ചിരിക്കുന്നത് ഇസ്മായിൽ എന്ന മനുഷ്യനാണ് അച്ഛൻ എന്നുള്ളതാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ മനസ്സിൽ നിന്ന് അത് മായ്ക്കാൻ പറ്റൂല. അപ്പൊ ഒരു നിശ്ചിത അളവിലുള്ള വസ്തു ബാബുവിന്റെ പേരിലേക്ക് ആക്കി കൊടുത്തുകൊണ്ട് ബാക്കിയുള്ള സ്ഥലത്ത് അവർ താമസിക്കാന്ന് പറയുന്നത് ഒരു പോംവഴി, ഒരു കോംപ്രമൈസ് അതേ പറ്റൂ. ഞാന് കോംപ്രമൈസ് ശരിയാണ്. പക്ഷെ അമ്മ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ആ വസ്തു അമ്മയുടെ അധീനതയിൽ ഇരുന്നോട്ടെ. അങ്ങനെ നിങ്ങൾക്ക് പറയാൻ പറ്റില്ല ബാബു. അതെന്താ? എന്റെ പേരിലുള്ള വസ്തു എനിക്ക് ഇഷ്ടമുള്ള ആൾക്ക് കൊടുക്കാം. അത് അമ്മയുടെ പേരിൽ നിങ്ങൾ മകനായതുകൊണ്ട് മാത്രം നിങ്ങൾക്ക് ഒരു നിയമമാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ മകനായതുകൊണ്ട് മാത്രം എൻ്റെ വസ്തുവിൽ നിങ്ങൾക്ക് ഒരു അധികാരം കിട്ടില്ല. ഞാൻ തന്നാൽ മാത്രമേ ഇരിക്കുള്ളൂ. എനിക്കൊരു അനാഥാലയത്തിന് കൊടുക്കാനാണ് താല്പര്യമെങ്കിൽ ഞാൻ അത് കൊടുത്തിരിക്കും. മകനായതുകൊണ്ട് മാത്രം നിങ്ങൾക്ക് അവകാശം കിട്ടില്ല. അല്ലെങ്കിൽ ഒരു മരണപത്രമെങ്കിലും എഴുതാതെ ഞാൻ മരിച്ചു പോകണം. അപ്പോൾ ആ അമ്മയ്ക്ക് അമ്മയുടെ അവകാശം, നിങ്ങളുടെ അവകാശം മാറ്റി നിർത്തി അമ്മയുടെ അവകാശം ജോസിനാണ് കൊടുക്കാൻ തോന്നുന്നതെങ്കിൽ ജോസിന് കൊടുക്കും. എനിക്കാണ് തരാൻ തോന്നുന്നെങ്കിൽ എനിക്ക് തരാം. അതാണ് നിയമം. അല്ല, അത് അമ്മയുടെ പേരിൽ ഞാൻ അറിയാൻ വയ്യാത്തോണ്ട് ചോദിക്കുക. ഞാൻ പറയാം, അച്ഛന്റെ പേരിലുള്ള വസ്തു നിങ്ങൾ സമ്മതിക്കുന്നുണ്ടല്ലോ. നിങ്ങൾ ഇസ്മായിലിന്റെ മകനാണ് തന്നെ വെക്കൂ. ഇസ്മായിലിന്റെ മകനാണെങ്കിൽ പോലും ഇസ്മായിൽ മരിച്ചപ്പോ അമ്മയ്ക്കും നിങ്ങൾക്കും തുല്യമായിട്ട് അവകാശം കിട്ടി. നിങ്ങൾക്ക് നിങ്ങളുടെ ഷെയർ, അമ്മയ്ക്ക് അമ്മയുടെ ഷെയർ. അമ്മയുടെ ഷെയർ അമ്മ ഇഷ്ടമുള്ളവർക്ക് കൊടുക്കുന്നു. നിങ്ങൾക്ക് എങ്ങനെ തടയാൻ പറ്റും?
അപ്പം ഞാൻ ചോദിക്കട്ടെ, ഇത് അവിടെ അങ്ങനെ തന്നെ കിട്ടിയേക്കുന്നത്, കാസർഗോഡ് രണ്ടുപേർക്കും ആണല്ലോ കിട്ടിയേക്കുന്നത്. അപ്പം ഞാനും ഇത് തന്നെ പറയുന്നത്, ആ 25 സെന്റ് വസ്തുവും വീടും കാര്യങ്ങളും. അതല്ല ഞാൻ പറഞ്ഞത്, നിങ്ങൾ അമ്മ ആ വീട്ടിൽ അവരെ താമസിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് തടയാൻ പറ്റില്ല. എന്ന് പറയുന്നത് എനിക്ക് എന്നും നിരന്തരമായിട്ടൊരു പ്രശ്നത്തിന് തന്നെയാണ്. ബാബു മാഡം, അത് തന്നെയാണ്. ബാബു, ഞാൻ പറയുന്നൊന്ന് ക്ഷമയോടെ കേൾക്കണം. നിങ്ങൾക്ക് അതിനകത്ത് ഒരു സെന്റ് പോയിട്ട് ഒരു നൂലട ഭൂമിക്ക് പോലും നിങ്ങൾക്ക് അവകാശമില്ല. നിങ്ങളുടെ പിതാവല്ല ഇസ്മായിൽ, മനസ്സിലായോ? ഇസ്മായിൽ എന്ന് പറഞ്ഞൊരു വ്യക്തിയുടെ വസ്തുവിന്റെ പേരിൽ, അദ്ദേഹത്തിന് ആധികാരികമായിട്ടുള്ള വസ്തുവല്ല, സർക്കാർ കൊടുത്ത ഭൂമിയിൽ വരെ വെച്ചിരിക്കുക. അയാളുടെ വസ്തുവിൽ നിങ്ങൾക്ക് യാതൊരു അവകാശവും ഇല്ല.